അരവിന്ദ ഘോഷ് 1870 to 1950. അരവിന്ദ ഘോഷിനെ ഓറോബിന്ദോ ഘോഷ് എന്നും വിളിക്കാറുണ്ട്. അരവിന്ദ ആശ്രമത്തിന്റെ അതായത് ഓറോവില്ല ആശ്രമത്തിന്റെ സ്ഥാപകനാകുന്നു അരവിന്ദ ഘോഷ്. ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരിയിലാണ്. 1926 ഈ ആശ്രമം അരവിന്ദ ഘോഷ് സ്ഥാപിക്കുന്നത്. 1910 കാലഘട്ടങ്ങളായപ്പോഴേക്കും അരവിന്ദ ഘോഷ് സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞു. അതായത് തന്റെ 38ാമത്തെ വയസ്സ് മുതൽ അരവിന്ദ ഘോഷ് ആത്മീയ പാതയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. 1872 ഓഗസ്റ്റ് 15 അരവിന്ദ ഘോഷ് ജനിക്കുന്നത്. ഓഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് കൂടിയാകുന്നു അരവിന്ദ ഘോഷ്. ആദ്യകാലങ്ങളിൽ കോൺഗ്രസിന്റെ തീവ്ര വിപ്ലവകാരികളിൽപ്പെട്ട ഇന്ത്യൻ ദേശീയ നേതാവായിരുന്നു അരവിന്ദ ഘോഷ്. ഇംഗ്ലണ്ടിൽ നിന്നും സിവിൽ സർവീസ് കിട്ടിയിട്ടും അത് വേണ്ട എന്ന് വെച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ശ്രീ അരവിന്ദ ഘോഷ്. ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം ഇന്ത്യൻ മജ്ലിസ് എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശ്രീ അരവിന്ദ ഘോഷ് ആകുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ് ആകുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് പ്രവർത്തിച്ച സംഘടനയുടെ പേരാകുന്നു താമരയും കടാരയും. അരവിന്ദ ഘോഷ് തന്റെ ആദ്യകാലങ്ങളിൽ തീവ്ര വിപ്ലവ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സ്ഥാപനം എന്ന് കളിയാക്കി വിളിച്ചിട്ടുണ്ട്. 1908 ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദേശീയ നേതാവാകുന്നു അരവിന്ദ ഘോഷ്. ആലിപ്പൂർ ഗൂഢാലോചന കേസ് എന്താണെന്ന് പറഞ്ഞാൽ 1908 ഏപ്രിൽ 30 മുസാഫർപൂർ ജില്ലാ മജിസ്ട്രേറ്റ് DH കിങ്സ്ഫോർഡിനെ പ്രഫുല്ല ചാക്കിയും ഖുദ്റാം ബോസും ചേർന്ന് ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസാകുന്നു ആലിപ്പൂർ ഗൂഢാലോചന കേസ്. പ്രഫുല്ല ചാക്കിയും ഖുദ്റാം ബോസുമാണ് ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചത് എങ്കിലും അന്ന് റവല്യൂഷണറി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാന നേതാക്കളായ റാഷ് ബിഹാരി ബോസ്, അരവിന്ദ ഘോഷ്, ജിതിൻ മുഖർജി, ബരീന്ദ്രകുമാർ ഘോഷ് എന്നിവരെല്ലാം ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ പ്രഫുല്ല ചാക്കി ആത്മഹത്യ ചെയ്തു. വിചാരണയ്ക്ക് ശേഷം ഖുദ്റാം ബോസിനെ തൂക്കിലേറ്റുകയാണുണ്ടായത്. തൂക്കിലേറ്റുന്ന സമയത്ത് ഖുദ്റാം ബോസിന് 18 വയസ്സായിരുന്നു പ്രായം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാകുന്നു ഖുദ്റാം ബോസ്. അരവിന്ദ ഘോഷിന് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റിന്റെ പേരാകുന്നു CR ദാസ്. അരവിന്ദ ഘോഷിനെയും ബരീന്ദ്രകുമാർ ഘോഷിനെയും ചേർത്ത് ഘോഷ് സഹോദരന്മാർ എന്നാണ് പറയുന്നത്. അരവിന്ദ ഘോഷ് തന്റെ 38ാം വയസ്സിലാണ് ആത്മീയതയിലേക്ക് തിരിയുന്നത്. 1908 ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ കഴിയുന്നതിനിടയിൽ അദ്ദേഹത്തിന് ശക്തമായ ആത്മീയ അനുഭവം ലഭിച്ചു. അതിനുശേഷം 1910 അദ്ദേഹം പുതുച്ചേരിയിലേക്ക് പോയി രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി തന്റെ ജീവിതം ആത്മീയതയ്ക്കും ധ്യാനത്തിനുമായി സമർപ്പിച്ചു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശ്രീ അരവിന്ദ ഘോഷ് ആകുന്നു. വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ശ്രീ അരവിന്ദ ഘോഷിൻ്റേതാകുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ രചിച്ച ദീർഘകാവ്യത്തിന്റെ പേരാകുന്നു സാവിത്രി. കൽക്കട്ടയിലുള്ള ബംഗാൾ നാഷണൽ കോളേജ് പ്രിൻസിപ്പളായി ശ്രീ അരവിന്ദ ഘോഷ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർമ്മയോഗി, ധർമ്മം, ആര്യ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ശ്രീ അരവിന്ദ ഘോഷിൻ്റേതാകുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ബുക്കാകുന്നു ദ ലൈഫ് ഡിവൈൻ. 1943 സാഹിത്യത്തിനും 1950 സമാധാനത്തിനും നൊബേൽ നോമിനേഷൻ ലഭിച്ച ഇന്ത്യക്കാരനാകുന്നു ശ്രീ അരവിന്ദ ഘോഷ്. 1950 ഡിസംബർ 5 അരവിന്ദ ഘോഷ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അരവിന്ദ ഘോഷിന്റെ ശിഷ്യയായ മേരി റിച്ചാർഡ് മദർ എന്ന പേരിൽ അറിയപ്പെടുന്നു.